السلام عليكم ورحمة الله تعالى وبركاته. الكبر يأكل الحسنات كما يأكل النار الحطبا. الكبر كبر يأكل الحسنات كما يأكل النار الحطبا. കിബിർ എന്ന് പറഞ്ഞാൽ തീ വിറകിനെ ഏത് പ്രകാരമാണോ തിന്നുന്നത് അതുപോലെ സൽക്കർമ്മങ്ങളെ തിന്നുകളയുമെന്ന് ഖുർആനിൽ പറഞ്ഞതാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലെങ്ങാനും ഒരണുമണി തൂക്കം കിബിറുണ്ടായാൽ അവനെ ഇൽമ മുഴുവനും നിഷ്ഫലമാക്കി കളയും. അതുകൊണ്ട് കിബറുകളെ തൊട്ട് അള്ളാഹു നമ്മളെയും നമ്മളെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ കിബിർ വലിയ സാധനം. ഈ കിബിർ എന്ന് പറഞ്ഞ വസ്തു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് ചിലപ്പോൾ നമ്മൾ നല്ലൊരു ഡ്രസ്സ് ഇട്ട് പോകുമോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ സമ്പത്ത് കൂടുമോ എന്ന് വരുന്നതാണ് ഈ കിബിർ. അപ്പോൾ ഈ കിബിർ നമ്മളെന്താ പറയുന്നത് വെച്ചാൽ അത് നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കണം. അപ്പോൾ കിബിർ വരുന്നതോട് നമ്മൾ ആളെ മുമ്പിൽ നോക്കുന്നുണ്ടോ മറ്റൊരു നോക്കുന്നുണ്ടോ അല്ലാതെ നമ്മൾ കൊടുക്കുന്ന മറ്റൊരു നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് മറ്റൊരു കാണുന്നുണ്ടോ എന്ന് നോക്കിയാൽ അവൻ്റെ ഇൽമൊന്നും ഉണ്ടാവില്ല, അവൻ്റെ എല്ലാം നിഷ്ഫലമായി കളയും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കിബറിനെ തൊട്ട് നമ്മൾ കാക്കുമാറാകട്ടെ. അള്ളാഹുവെ നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ. നല്ലത് മാത്രം ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും സർവ്വശക്തനാഥ നീ തുണക്കണേ അല്ലാഹ്. അള്ളാഹുവേ നമ്മുടെ രോഗങ്ങളെല്ലാം അള്ളാഹുവേ നീ ശിഫയാക്കി തരണേ തമ്പുരാനെ. ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്, ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്, ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. മരിച്ചു നമ്മുടെ മാതാപിതാക്കളുടെ ഖബറുകൾ നീ സ്വർഗ്ഗത്തിൽ തൊപ്പായി കൊടുക്കണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്, അഭിവൃദ്ധിയിലാക്കണേ അല്ലാഹ്. അള്ളാഹുവെ ആക്സിഡൻറ്റ് പോലത്തെ അപകടങ്ങളെ തൊട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നീ കാക്ക തമ്പുരാനെ. റോഡിൽ ചിതറി മരിക്കുന്നതിനെ കൊണ്ട് ഞങ്ങളെ പെടുത്തല്ല അള്ളാഹ്. റഹ്മാനെ ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നിശിപ്പിയാക്കിത്തല്ല തമ്പുരാനെ. അള്ളാഹുവെ ക്യാൻസർ പോലത്തെ ഹാർട്ട് അറ്റാക്ക് പോലത്തെ കിഡ്നി സംബന്ധമായ രോഗത്തൊട്ടങ്ങളെ കാക്കണേ അള്ളാഹ്. കീറി മരിക്കുന്ന രോഗത്തൊട്ടങ്ങളെ കാക്കണേ അള്ളാഹ്. പെട്ടെന്നുള്ള മരണത്തൊട്ടങ്ങളെ കാക്കണേ അള്ളാഹ്. നമ്മുടെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്. നമ്മുടെ ഭാര്യ സന്താനങ്ങൾ നന്നാക്കണേ അള്ളാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവേ നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും ജീവിതത്തിലെ തമ്പുരാനെ. റഹ്മാനെ മരിക്കുന്ന അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ വേണ്ടപ്പെട്ടവന് തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മുടെ നിസ്കാരങ്ങളും മറ്റ് സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിച്ചാൽ മാത്രമേ അല്ലാഹ് ആഖിറത്തെ ഗുണം കിട്ടും റബ്ബേ. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഞങ്ങൾ നന്നാക്കണേ അല്ലാഹ്. നീ ഞങ്ങൾ നന്നാക്കണേ അല്ലാഹ്. അള്ളാഹുവേ ഞങ്ങൾ ചോദിക്കുന്നു നീ മടക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതം നന്നാക്കണേ അല്ലാഹ്. ഐശ്വര്യപ്രധാനമായ ജീവിതമാക്കണേ അല്ലാഹ്. ഞങ്ങൾ സന്താനങ്ങൾ നന്നാക്കണേ അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്. ഭാര്യമാരെ നന്നാക്കണേ അല്ലാഹ്. കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അസിയാലുക്കൾ തൊട്ടും നീ കാക്കണേ തമ്പുരാനെ. കിബറുകളെ തൊട്ട് ഞങ്ങൾ കാക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. آمين يا رب العالمين. السلام عليكم ورحمة الله. أوصيكم بالدعاء.